പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേസരിയാണ്. അതേട്ടോ, ഇന്ന് ഞാൻ കേസരിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരാം. ഇനി അതേ നെയ്യിൽ തന്നെയാണ് ഞാൻ റവയൊന്ന് വറുക്കുന്നത്. ഞാൻ എല്ലാത്തിൻ്റെ അളവ് ഫസ്റ്റ് കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിലിടാം. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. നെയ്യിൽ വറുത്തെടുത്താൽ മതി. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ വറുക്കുന്നത്. ഇനി റവയൊന്ന് നന്നായിട്ടൊന്ന് പാകം വന്നു, നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ഒരു സ്മെല്ല് വരും. ഇത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിനും മീഡിയത്തിനും ഇടയിലിട്ടിട്ട് വേണം റവ വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അതായത് റവയുടെ 3 ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അതോടുകൂടി തന്നെ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി കേസരിക്ക് ഭംഗി കൂട്ടാൻ സ്വല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ തന്നെ നിങ്ങൾ ചേർക്കാൻ നോക്കണം. അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് സ്വല്പം പാലിൽ ലയിപ്പിച്ചിട്ട് ചേർക്കാം. പക്ഷെ എല്ലാവരുടെ അടുത്തും കുങ്കുമപ്പൂ ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ചേർക്കുന്ന കാണിച്ച്. ഏലക്കാപ്പൊടി ചേർത്ത് ഇനി ബാക്കിയുള്ള നെയ്യ് കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്കിത് കുറുക്കിയെടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മുഴുവനും പാകം ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ കുറുകി വരുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് നെയ്യ് മാത്രമായിട്ട് വരുന്നുണ്ട്. ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും നെയ്യ് കുറച്ച് കൂടുതലാണെന്ന്. പക്ഷേ ഈ നെയ്യ് വേണം, എന്നാലേ കേസരിക്ക് സ്വാദുള്ളൂ. നമ്മൾ എന്നൊന്നും കഴിക്കുന്നില്ലല്ലോ, എപ്പോഴെങ്കിലും കഴിക്കുമ്പോഴൊക്കെ അത്യാവശ്യം സ്വാദിൽ തന്നെ കഴിക്കുക അല്ലേ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതാ കേസരി റെഡിയായി. കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഈ അളവിൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് നല്ല മയമുള്ള, നല്ല റവയൊക്കെ നന്നായി വെന്തിട്ടുണ്ടല്ലോ, നല്ല മയമുള്ള കേസരി റെഡിയാവും. ഇതിപ്പോൾ നമുക്ക് കോരി കഴിക്കേണ്ട പാകത്തിനാണ്. മുറിച്ച് കഴിക്കേണ്ട പാകത്തിനാണ് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ ഇരട്ടി വെള്ളം ഒഴിച്ചാൽ മതി. ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റായ കേസരി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ?